മിരിമോളെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, കട്ട് ചെയ്യണ്ട. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ശരിക്കും നമ്മുടെ നാഗവല്ലി ഇരുന്നത് പോലെ ക്വാളിറ്റിയും ഡീറ്റെയിലിംഗ്. ഇത് എനിക്ക് മാജിക് ആയിട്ടാ തോന്നിയത്. അതിന്റെ എന്തെങ്കിലും സാധനം നിങ്ങൾ സാധനം വന്നതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ്. ഹായ്, ഈ നെയിം ബോർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയ മീറ്റ് മിറിയുടെ വീടാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഫേർണിച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഹലോ. ഹായ്. ഹായ്. വെൽക്കം ടു റൂം. നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്ത സാധനങ്ങളൊക്കെ കവർ ചെയ്യും. കൂടെ സംസാരിക്കണം. ഓക്കെ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത സാധനത്തിന്റെ ആദ്യം അവിടെ തന്നെ പോയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മള് ചെയ്യിപ്പിച്ചതില് ഏറ്റവും എല്ലാം അടിപൊളിയാണ്. നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഒന്നിതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അല്ലെങ്കിൽ മെരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള നമ്മുടെ ഊഞ്ഞാലാണ്. നിങ്ങളുടെ എടുത്തു പറയേണ്ട കാര്യം നിങ്ങളുടെ ക്വാളിറ്റി. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് ക്വാളിറ്റിയും ഡീറ്റെയിലിംഗ്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം നിങ്ങൾ ഇപ്പൊ നമ്മളൊരു ബ്രാൻഡിനെ സമീപിക്കാൻ എന്തായാലും അവരുടെ ബെസ്റ്റ് പിക്ചേഴ്സ് ആണല്ലോ അവർ പറഞ്ഞു തരാം നമ്മള്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു എല്ലാവരും പറയുന്ന പോലെ കുറച്ചൊന്ന് പൊക്കി പറഞ്ഞതായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് ഇത്ര ഒരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ടായി. പ്രത്യേകിച്ച് ഈ ഒരു എഡ്ജിലൊക്കെ വരുമ്പോഴുള്ള ഈ ഒരു ഫിനിഷിങ്. പിന്നെ ഇത് സോളിഡ് വുഡാണ്. ഈവൻ ഫോറസ്റ്റ് ടീക്കാണ് ഇത് വരുന്നത്. ട്രീറ്റഡ് വുഡ് അല്ലേ വരുന്നത്. അപ്പം ഇതിന്റെ ആ ഫിനിഷിംഗ് നല്ല ഹെവിയാണ്. ഈ സ്റ്റൂളൊക്കെ എടുത്തു വന്നിട്ട് നമുക്കൊന്നും ഒറ്റക്ക് പറ്റുന്നില്ല. അപ്പൊ അത്രയും ഹെവിയിൽ ചെയ്തിട്ട് അത്രയും ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മിരിമോളെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്, കട്ട് ചെയ്യണ്ട. മിരി മറന്നു ഇന്റർവ്യൂ ആണെന്നുള്ളത്. അല്ല, റിവ്യൂ ആണ് അല്ലേ നമ്മള്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഒരു ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ്. പിന്നെ മിരി എപ്പോൾ ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നല് ശരിക്കും നമ്മുടെ മനുഷ്യത്തെ താഴെ ശോഭന ഇരുന്ന് ആടുന്ന. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരിക്കുകയാണ്, മിരി അറിയില്ല. അപ്പൊ ഇവളിങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഇവിടെ നാടിക്കൊണ്ടിരിക്കുക. എനിക്ക് ശരിക്കും നമ്മുടെ നാഗവല്ലി ഇരുന്നത് പോലെ കാറ്റും ചെറുങ്ങനെ. ഞാനും സുർമി അവിടെ ഇരുന്ന് പറയായിരുന്നു. പിന്നെ മിരി ഒന്ന് പുരികാൻ പൊന്നിച്ച് കഴിഞ്ഞാൽ വലിയ മേക്കപ്പ് ഒന്നും വേണ്ട. അപ്പം പിന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, സോറി പറയണമെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു ക്ലയന്റ് അന്ന് സംസാരിച്ചത്. ഒരു ദിവസം രാത്രി ഞാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ചൂടായി. അത് നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അപ്രീഷിയേറ്റ് ആണ്. ഇപ്പൊ ചൂടാകാനല്ല, അത് ആക്ച്വലി നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന എന്തോ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഡേറ്റ് ഉണ്ടത് നമുക്ക് ഏറ്റവും ഫൈനലാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം നമ്മൾ 2-3 ബ്രാൻഡിനൊക്കെ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പിന്നെയാണ് നമ്മൾ നിങ്ങളവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു. കാരണം ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഇത് നമ്മൾ ഇവർക്ക് കൊളാബൊന്നും അല്ല കേട്ടോ, പെയ്ഡായിട്ടാണ് കേട്ടോ. പൈസ മേടിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് പൈസ. അതുകൊണ്ടാണ് ഞാൻ ചീത്ത പറഞ്ഞതും. ഒരു ദിവസം രാത്രി, കാരണം എനിക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ നടക്കും, ചില കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ നമ്മുടെ ബിൽഡേഴ്സ് എപ്പം വരും ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് എല്ലാം വരും. പക്ഷെ എനിക്ക് കാണുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. കാരണം നമ്മൾ ഈ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ ആൾക്കാർ പറയും ഇതെന്താ എപ്പം തുടങ്ങിയ പോലെ തന്നെ ഉണ്ടല്ലോ, എപ്പോഴും നിങ്ങൾ ഹൗസ് വാമിംഗ് ആയല്ലോ എന്നൊക്കെ. നമ്മൾ വന്ന സമയത്തും ഇത് ഇത്ര പെട്ടെന്ന് ഹൗസ് വാമിംഗ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് മാജിക് ആയിട്ടാണ് തോന്നിയത്. എല്ലാവരും ടെൻഷൻ അടിച്ചിരുന്നു. 2 ദിവസത്തിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് സെറ്റ് ആയപ്പോഴാണ് ഒരു സമാധാനം. അത് നമ്മുടെ ഓഡിയൻസ് അറിയാം, നമ്മുടെ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോ. അപ്പൊ ഞാൻ അന്ന് രാത്രി ആളെ വിളിച്ചിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ പറഞ്ഞത് നിങ്ങളത് ശരിക്കും ചെയ്ത് കാണിച്ചു. നിങ്ങളുടെ ബ്രാൻഡ് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. പല ബ്രാൻഡുകളും നമുക്ക് വലിയൊരു മൂവി കാണിച്ചു തന്നാലും വരുമ്പോൾ ഒരു ഷോർട്ട് മൂവി ആയിപ്പോകും. ചില സമയത്ത് ഒരു മെഗാ സീരിയൽ കാണിച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി വരുമ്പോൾ നമ്മളൊരു അവസ്ഥയെ ആലോചിച്ച് നോക്കിയേ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ഇപ്പം നമ്മൾ ഡിസൈനർ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ കംപ്ലീറ്റ് പെർഫെക്ഷനോടുകൂടി ഡീറ്റെയിലോടുകൂടി ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ അന്ന് കുറച്ച് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകുന്ന എനിക്ക് ഞാൻ മാത്രമല്ല, ബിൽഡർ നമ്മുടെ കെൻസിലെ റഫി എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ കേട്ടിട്ട് നിങ്ങളെ സാധനം വന്നതിന് ശേഷം ഞാൻ വെറുതെ അവരെ വിളിച്ചിട്ട് ചൂടായി. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പെൺകുട്ടീനോട് ഞാൻ ചൂടായിട്ടില്ല. അപ്പം എന്തായാലും നിങ്ങൾ ഇട്ട ആ എഫേർട്ടിനും ആ ഡീറ്റെയിലിങ്ങിനും ഒരുപാട് താങ്ക്സ്. ഇവിടെ വന്ന എല്ലാ ആൾക്കാരും പ്രത്യേകം പറഞ്ഞ ഈ ഒരു ഊഞ്ഞാല്,
പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, പിന്നെ നമ്മുടെ ആ ഒരു ഷോ കേസ് എല്ലാം നിങ്ങൾ ചെയ്ത, ഈവൻ സോഫാസ്, നമ്മുടെ പോഡ്കാസ്റ്റ് റൂമിലെ സോഫാസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എവിടെന്നെങ്കിലും കണ്ട് ഇൻസ്പയർ ആയതാണോ അതോ കെൻസ് ഡ്രോ ചെയ്തതാണോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പയർ ആയതല്ല, ഇത് കെൻസ് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വേണമെന്ന്. കാരണം നമ്മുടെ കംപ്ലീറ്റ് ഒരു വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഒരു വേവ് ടച്ച് ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ കമ്പൗണ്ട് ഹോൾ, അവിടെ വേവാണ്. നമ്മുടെ മെയിൻ ഡോറിൽ ആ ഒരു വേവ് ഉണ്ട്, ഇതിന് വേവ് കൊടുത്തിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ചെയ്ത ഈ ഒരു ഇതിന് വേവ് ഉണ്ട്. പിന്നെ നമ്മുടെ സോഫ സെറ്റ്, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ എല്ലാം വേവ് കാണാൻ പറ്റും. ഈവൻ നമ്മുടെ ഇതിനും ഈ ഡൈനിങ് ടേബിളിന്റെ താഴത്തുള്ള അവിടെയും കണ്ടോ, എല്ലാം ആ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ അവര് തന്നെ ഡിസൈൻ വരച്ചിട്ട് ചെയ്തു. എന്നോട് ഇത് ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാനിപ്പോ തന്നെ ഓക്കെ ആണ്. അപ്പൊ എന്നെ ഇതിലേറ്റവും അതിശയിപ്പിച്ചത്, ഞാനിവിടെ വന്നപ്പം ഇതെനിക്ക് ആ ഡിസൈനിൽ അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മൾ ആക്ച്വലി പിൻട്രസ്റ്റിലൊക്കെ നമ്മൾ ഇത്രയും പെർഫെക്ഷനിൽ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ എപ്പം വിചാരിക്കും നമ്മുടെ നാട്ടിൽ കൊടുത്താൽ ഈ സാധനം ഇത്ര പെർഫെക്ഷനിൽ കിട്ടുമോ എന്നുള്ളൊരു. പക്ഷെ അദ്വിയിൽ കിട്ടും. അദ്വിയിൽ കിട്ടും എന്ന് ഞാൻ പറയും, അദ്വിയിൽ കിട്ടും. ആദ്യം എനിക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ അടിപൊളി. എനിക്ക് ഒരു കംപ്ലൈൻ്റ് ഇല്ല നിങ്ങളെ കാര്യത്തിൽ. ഇവിടെ ചെയ്ത ഒരു എല്ലാ എലമെൻസിലും നല്ല ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട്. ഇപ്പം ഞാനിത് റിവ്യൂവിന് വേണ്ടി പറയല്ല, കാരണം നമ്മുടെ വീടെന്ന് വെച്ചാൽ ഭയങ്കര ഒരു നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിലുള്ള വന്ന എലമെൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒന്ന് അദ്വിൻ്റെ ഈ ഒരു ഫർണിച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ ക്ലയൻസിനും, ഇപ്പം ആൾക്കാർ വിചാരിക്കും നമ്മൾ വ്ളോഗേഴ്സ് ആണ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അപ്പോൾ ഇവർക്ക് മാത്രമായിരിക്കും നിങ്ങൾ അതേപോലെ ചെയ്തു കൊടുക്കാന്നുള്ള ചില ആൾക്ക് അങ്ങനെ തോട്ട്സ് വരാം. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പണി തന്നാൽ അതുകൊണ്ട് നിങ്ങൾ ബെസ്റ്റായി ചെയ്യുന്ന നോർമൽ ചിന്താഗതി. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഇവരെന്തായാലും ക്ലയൻറ്റിനെ പോലെ തന്നെ നമ്മളും പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ഇവർ തന്നിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ ഇവർക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മളെ പോലെ തന്നെ ഹാപ്പി ആക്കാൻ പറ്റട്ടെ. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈനലി വീട് നമ്മളെ ഡ്രീം പോലെ തന്നെ ഒരു വീടായി. പക്ഷേ എനിക്കറിയാം എന്തായാലും ഇതൊരു ഈസി ജേണി ആയിരിക്കില്ല. അത്യാവശ്യം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീടും അതുപോലെ ബാക്കിയുള്ള എല്ലാ ഹാപ്പിനെസ്സും ലൈഫിൽ വന്നിട്ടുണ്ടാവുക. ആക്ച്വലി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നല്ല കാടും മലയും പുഴയെല്ലാം കടന്നു വന്നതുപോലെ ഇപ്പം ഈ എല്ലാവർക്കും ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 3 hours ആയോ, 2.5 hours കൂടുതലായില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചില വീഡിയോ ഒക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തന്നെ എടുക്കാം. അതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും അതിനുള്ള റിസൾട്ട് ദൈവം തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളിടുന്ന എഫേർട്ടിന് ഈ ഒരു ഫിനിഷിങ് ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനെയും നിങ്ങൾക്ക് ഹാപ്പി ആക്കാൻ പറ്റട്ടെ. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫർണിച്ചർ ബ്രാൻഡായി. ഇപ്പം ഏകദേശം നമ്മളുടെ വീഡിയോ കണ്ട കൂട്ടർക്ക് എല്ലാവർക്കും അദ്വി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും, എല്ലാവരും ക്യാച്ച് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് കുറച്ചെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. സോ കീപ്പ് ഇൻ ടച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ വീട്, ഈ ഡ്രീം ഒക്കെ സംഭവിച്ച പോലെ തന്നെ ലൈഫിൽ ഇനി ലൈഫ് ലോങ് ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. സത്യസന്ധമായിട്ട് പറയാണ്, ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. ഫാമിലി ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് ഇനിയും പോകാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അദ്വി ഫാമിലിയുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇത് കട്ട് ചെയ്യരുത് കേട്ടോ. ഞാൻ വിചാരിച്ചു അദ്വിന്റെ ഹൗസ് വാമിങ് ആയിട്ട് ഇവർ ആദ്യമായിട്ട് വീട്ടിൽ വരികയാണ്, അദ്വിന്റെ എന്തെങ്കിലും സാധനമൊക്കെ എടുത്തിട്ടാണ് വരുവാണ്. പക്ഷേ എവിടെ ഹൗസ് വാമിങ് ഇല്ല, ഞങ്ങള് ഒരു എല്ലാ ആൾക്കാരും വന്നു, നിങ്ങൾ വന്നിട്ടില്ല. അത് സദ്യയായി പോയി. വാൾ ഡെക്കോർ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. അഡ്രസ് ഇപ്പൊ ഞാൻ പോകുന്നത്.